God is here to heal you, ദൈവത്തിന് നിങ്ങളെയും സൗഖ്യമാക്കാനുണ്ട്. not only to heal you, സൗഖ്യമാക്കുവാൻ മാത്രമല്ല, and He will change your fingers to heal others. മറ്റുള്ളവരെ സൗഖ്യമാക്കേണ്ടതിന് നിങ്ങളുടെ കൈകളെ കർത്താവ് ശക്തീകരിക്കും. Hallelujah. Amen. After these 3 days, 3 ദിവസത്തിനപ്പുറം your fingers will be called the fingers of God. ദൈവത്തിന്റെ വിരലുകൾ എന്ന നിങ്ങളുടെ വിരലുകൾ അറിയപ്പെടണം. Hallelujah. Amen. God needs your personality, your personal life. നിങ്ങളുടെ വ്യക്തിത്വവും വ്യക്തി ജീവിതവും ദൈവത്തിന്. God wants you to be in His hand. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിങ്ങൾ മാറണം. Say hallelujah. 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 That's the miracle working power. അതാണ് ദൈവത്തിന്റെ അത്ഭുത സൗഖ്യത്തിന്റെ. Let these testimonies glorify Jesus. യേശുവിന്റെ മഹത്വത്തിന് വേണ്ടി ഈ സാക്ഷികൾ Now and then we'll be showing many testimonies. പല സാക്ഷ്യങ്ങളും ഞങ്ങൾ ഇവിടെ How കാണിച്ചുകൊണ്ടിരിക്കും. God heals the people. ദൈവം എങ്ങനെയാണ് ആളുകളെ സൗഖ്യമാക്കുന്നത്. Why I want you to see the testimonies. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സാക്ഷ്യം കാണണമെന്ന് ഞാൻ That's ആഗ്രഹിക്കുന്നത്. the one way of receiving the impartation. ദൈവത്തിങ്കിൽ നിന്നൊരു പകർച്ച പ്രാപിക്കുവാനുള്ള ഒരു മുഖാന്തരം അതാണ്. When you see the miracles of others, മറ്റുള്ളവർക്ക് നടന്നതായ അത്ഭുതങ്ങൾ കാണുമ്പോൾ that miracle will be transformed or imparted upon you, the power. ആ സൗഖ്യത്തിന്റെ ശക്തി നമ്മിലേക്ക് പകരുവാനിടയാകും. And you will be receiving the power. ആ ദൈവിക ശക്തി നാം പ്രാപിച്ചുകൊണ്ട് When you see the miracles of others, നാം മറ്റുള്ളവരുടെ അത്ഭുതങ്ങൾ കാണുമ്പോൾ that same miracles will be taking place in your life. നമ്മുടെ ജീവിതത്തിലും അതേ അത്ഭുത ശക്തി വ്യാപരിക്കും. And you will be doing the same miracle. നാളെ നാം തന്നെ ആ ശുശ്രൂഷ ചെയ്യും. That's the one way of demonstration. അതാണ് പ്രായോഗികമായി കാണിച്ചു കൊടുക്കുക. I have been traveling all over the world, ഞാൻ ലോകത്തിന്റെ പല ഭാഗത്ത് യാത്ര ചെയ്യുന്നു. preaching the gospel, ദൈവവചനം പ്രസംഗിക്കും, teaching in the power ministry, പവർ മിനിസ്ട്രിയിൽ പഠിപ്പിക്കും, changing the people's life, മനുഷ്യന്റെ ജീവിതത്തെ രൂപീകരിക്കും, sealing the gifts of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ പകരും. The impartation takes place in different ways. പരിശുദ്ധാത്മാവിന്റെ കൃപാദാനങ്ങൾ പല രീതിയിലായിരിക്കും പകരുന്നത്. The first session is a preparation. ഒന്നാമത്തെ സെക്ഷൻ നമ്മെ തന്നെ തയ്യാറാക്കുകയാണ്. To prepare your body, soul and spirit. നമ്മുടെ ശരീര ആത്മദേഹികളെ തയ്യാറാക്കുക. To prepare your mind. നമ്മുടെ മനസ്സ് തയ്യാറാക്കുക. 10 years back, 10 വർഷത്തിന് മുമ്പേ I was in Dallas. ഞാൻ ഡാലസിലായിരുന്നപ്പോൾ One day, ഒരു ദിവസം there was a young man, ഒരു ചെറുപ്പക്കാരൻ, just one Afro-African. ഒരു ആഫ്രിക്കക്കാരൻ. When I blow the power, ഞാൻ ആ ആത്മശക്തിയിൽ ഊതിയപ്പോൾ he fell down. അവൻ താഴെ വീണു. Then I asked him, ഞാൻ അവനോട് ചോദിച്ചു, what's your name? നിന്റെ പേരെന്താ? He said his name. അതിന്റെ പേര് പറഞ്ഞു. Then I asked his daddy's name. ഞാൻ അവന്റെ പിതാവിന്റെ പേര് ചോദിച്ചു. Immediately he said, I know daddy. I have no daddy. എനിക്ക് പിതാവേ ഇല്ല. Then I asked, what's your mother name? ഞാൻ ചോദിച്ചു, അമ്മയുടെ പേരെന്താ? I know mother. എനിക്ക് അമ്മയില്ല. I said, sorry. ഞാൻ പറഞ്ഞു, സോറി. Immediately, that one lady, one who was standing nearby him, അടുത്ത് നിന്ന ഒരു സ്ത്രീയെ, she said to me, അവർ പറഞ്ഞു, he is test tube baby. ഇവനെ ടെസ്റ്റ് ട്യൂബിൽ ജനിച്ച കുഞ്ഞാ. Test tube baby, she said. ഇവനെ ടെസ്റ്റ് ട്യൂബിൽ ജനിച്ച കുഞ്ഞാ. That means, അതായത് no father, no mother. അപ്പനും അമ്മയും ഒന്നുമില്ല. Then I said, sorry. Okay. And she said, brother, nowadays there are about 50 lakhs test tube babies, she said. ആ സ്ത്രീ എന്നോട് പറഞ്ഞു, ഇതുപോലെ മാതാപിതാക്കൾ ഇല്ലാത്ത 15 ലക്ഷം കുട്ടികളെങ്കിലും ടെസ്റ്റ് ട്യൂബിൽ ഉണ്ടായവരുണ്ട്. Now at present there may be more than 50 lakhs. ഒരുപക്ഷെ 15 ലക്ഷത്തേക്കാൾ കൂടുതൽ ഇന്ന് 50 ലക്ഷത്തേക്കാൾ കൂടുതൽ ഇന്ന് കണ്ടേക്കാം. See, 20 years back, 20 വർഷത്തിന് മുമ്പേ I was preaching against this test tube babies children. ഈ തരത്തിലുള്ള that persons, that science. ഇപ്രകാരം ടെസ്റ്റ് ട്യൂബിൽ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന ശാസ്ത്രത്തിനെതിരെ ഞാൻ ഒരു 20 വർഷം മുമ്പേ പ്രസംഗിച്ചിട്ടുണ്ട്. Then I went to that house. ഞാൻ അതിനുശേഷം ആ വീട്ടിൽ പോയി. There I was able to see a particular thing was they were showing in the TV. അതിനുശേഷം ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ടെലിവിഷനകത്ത് ഞാൻ ഒരു ദൃശ്യം കണ്ടു. In that program there are 4 men were sitting. അതിനകത്ത് 4 പേര് ഇരിക്കുന്നതായി കണ്ടു. There was a small baby. അതിനകത്ത് ഒരു കൊച്ചു കുഞ്ഞുണ്ട്. Then why they were waiting? അവരെന്തിനാണ് കാത്തിരിക്കുന്നത്? They have to, that scientist, they have to bring the DNA test. ആ ശാസ്ത്രജ്ഞൻ വന്ന് ഒരു DNA ടെസ്റ്റും കൊണ്ടുവരും. For whom that child belongs. ഈ കുഞ്ഞ് ആരുടേതാണെന്ന് കണ്ടുപിടിക്കാൻ. Then that is by Indian mentality, I thought, oh, that lady may be a bad lady. ഞാൻ എൻ്റെ ഭാരതീയ സംസ്കാരം വെച്ചുകൊണ്ട് ചിന്തിച്ചു, ഇത് എൻ്റെ അമ്മ ഒരു അശുദ്ധ സ്ത്രീയാ, വൃത്തികെട്ട സ്ത്രീയാ. No. അതല്ല.
what happened? എന്താ സംഭവിച്ചത്? That is some seed that baby was brought, that is by the scientist, by scientific method. ശാസ്ത്രീയ സമ്പ്രദായങ്ങളിലൂടെയാണ് ആ കുഞ്ഞ് ജനിച്ചത്. That lady, that the one who gave birth to the child, ആ കുഞ്ഞിനെ ജനനം കൊടുത്ത അമ്മയ്ക്ക് she was what you can call vadagattai, rented woman. Okay, so somewhere that sperm was collected and they made the child. എവിടുന്നോ ഈ അമ്മയ്ക്ക് ഒരു കുഞ്ഞിനെ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായി. Then I thought, oh, it is my mistake. ഞാൻ വിചാരിച്ചത് എന്റെ തകരാറാണല്ലോ. Oh, we should not think like that. നീ അങ്ങനെ ചിന്തിക്കരുത്. See, by that is there are so many scientific methods are here nowadays. ഇന്ന് ഒരുപാട് ശാസ്ത്രീയ സമ്പ്രദായങ്ങൾ ലോകത്തിലുണ്ട്. Children are coming in different ways. കുഞ്ഞുങ്ങൾ വ്യത്യസ്ത രീതികളിൽ ജനിക്കുന്നുണ്ട്. Suddenly there was a book. I saw a particular book. അവിടെ ഒരു പുസ്തകം കിടക്കുന്നത് ഞാൻ കണ്ടു. When I was reading, ഞാൻ ആ പുസ്തകം വായിക്കുമ്പോൾ, then nowadays the scientists, they have been searching, they have been using different method to bring many children. കുഞ്ഞുങ്ങളുടെ ജനനത്തിന് വേണ്ടി ശാസ്ത്രജ്ഞന്മാർ വിവിധ രീതികൾ ഉപയോഗിക്കുന്നതായി കണ്ടു. Scientifically, he is a scientist. He knows more than me. Scientifically, one cell, there are 46 chromosomes, they say. ഒരു ശരീരത്തിന്റെ ഒരു സെല്ലിൽ 46 ക്രോമസോംസ് ഉണ്ട്. And they made it reduce into 26. 26 ആയി കുറച്ചു. 23 23 ആയി കുറച്ചു. And the another cell, if they join, വേറെ ഒരു സെൽ അതിന്റെ കൂടെ ചേർത്താൽ, and it's called cloning method. ക്ലോണിംഗ് മെത്തേഡ് എന്നതിനെ വിളിക്കും. And they have been thinking, the scientists, they have been searching to create giants. അസാധാരണമായ വലിപ്പമുള്ള വലിയ മനുഷ്യനെ സൃഷ്ടിക്കുവാൻ ശാസ്ത്രജ്ഞന്മാർ ഈ മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. There are so many things are happening in this world. ഇന്ന് പല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. Science, it has been increasing. ശാസ്ത്രം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. The wisdom, the knowledge, it has been increasing this world. മനുഷ്യന്റെ ജ്ഞാനവും പരിജ്ഞാനവും വർദ്ധിക്കുകയാണ്. I like to do something. പുതുതായിട്ട് എന്തെങ്കിലും It ചെയ്യുക. disturbed my mind on that day. ആ ദിവസം എന്റെ മനസ്സിനെ ഇത് വല്ലാതെ ബാധിച്ചു. What is happening in this world? ഈ ലോകത്തിൽ എന്താണ് What സംഭവിക്കുന്നത്? is happening? എന്താണ് സംഭവിക്കുന്നത്? When I went and slept on that night, അന്ന് രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ the angel of the Lord entered into my dream. എന്റെ ആ സ്വപ്നത്തിൽ ഞാൻ ഒരു ദൈവദൂതനെ കണ്ടു. God himself came into my dream. ദൈവം തന്നെ എന്റെ ദർശനത്തിൽ എനിക്ക് വെളിപ്പെട്ടു. And God revealed many Bible quotations on that night. ആ രാത്രിയിൽ വേദപുസ്തകത്തിൽ നിന്ന് അനേക ഭാഗങ്ങൾ ദൈവാത്മാവിന്റെ വെളിച്ചത്തിൽ God കൊണ്ടുവന്നു. said, ദൈവം പറഞ്ഞു, you my son, എന്റെ മകനെ, what do you think about the thing is happening in this world? ഈ ലോകത്തിൽ നിന്ന് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നീ എന്താ ചിന്തിക്കുക? Do you know there are so many mysteries are hidden in the word of God? ദൈവത്തിന്റെ വചനത്തിൽ അനേക മർമ്മങ്ങൾ മറഞ്ഞു കിടപ്പുണ്ടെന്ന് അറിയാമോ? What is happening in this world? Everything was written many years back. ഇന്ന് സംഭവിക്കുന്ന ഈ കാര്യങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുന്നമേ എഴുതിയിട്ടുണ്ട്. God said this was. God was showing many verses. ഇത് എന്ന് ദൈവാത്മാവ് തിരുവചനത്തിന്റെ അനേക റെഫറൻസസ് എന്നെ എടുത്തു കാണിച്ചു. During these 3 days I may teach you something. ഇന്ന് ഈ 3 ദിവസത്തിനകം ഞാൻ ചില കാര്യങ്ങൾ അതിൽ നിന്നും പറഞ്ഞു. What is happening during these days? ഈ ദിവസങ്ങളിൽ സംഭവിക്കുന്നത് എന്താണ്? Everything it was in the prophecy. എല്ലാം പ്രവചനങ്ങളിൽ കിടപ്പുണ്ട്. This is the first day, I will not reveal now. ഇന്ന് ആദ്യത്തെ സെഷൻ ഞാൻ തൊടത്തില്ല. Slowly let me take you. പതുക്കെ അങ്ങോട്ട് പോവാം. Say hallelujah. Amen. Everything it is in the word of God. എല്ലാം ദൈവത്തിന്റെ വചനത്തിലുണ്ട്. Everything. എല്ലാം ഉണ്ട്. Remember, my dear children of God, ദൈവവിധലേ, from that day onwards, അന്നു മുതൽ my preaching changed in different dimension. എന്റെ പ്രസംഗം തന്നെ വേറൊരു ശൈലിയിലേക്ക് മാറി. The Holy Spirit was telling me, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു തുടങ്ങിയത്, whatever is happening in this world, ഈ ഭൂമിയിൽ ഇന്ന് നടക്കുന്നതൊക്കെയും these worldly people, they are bringing different style. വ്യത്യസ്ത ശൈലികളിൽ ഈ ലോകക്കാർ ഇതിനെ കാണുന്നു. If there is any cinema movies, they are bringing different scientific ideas. ഒരു സിനിമ നടക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ശാസ്ത്രീയമായ അനേക ആശയങ്ങൾ അവർ കൊണ്ടുവരും. The style is changed. സ്റ്റൈലുകൾ മാറി. The pattern is changed. അതിന്റെ രൂപങ്ങൾ മാറി. What about the ministry? ശുശ്രൂഷ എങ്ങനെയാ? Do you think our God will be like a ordinary person?
നമ്മുടെ ദൈവം ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് നിങ്ങൾക്ക് He തോന്നുന്നത്? will carry you to according to the standard more than the scientific standard. ഇന്നത്തെ ശാസ്ത്രത്തിന്റെ നിലവാരത്തെക്കാൾ വളരെ ഉന്നതമായി കർത്താവ് നമ്മളെ നടത്തി. Say hallelujah. Amen. Say hallelujah. Hallelujah. Come on, you can say like this. Let every one of you say new style. പുതിയ സ്റ്റൈൽ, പുതിയ Come on, say new style. എല്ലാവരും പറഞ്ഞാട്ടെ പുതിയ New സ്റ്റൈൽ, pattern. ന്യൂ പാറ്റേൺ, Lifestyle. ലൈഫ് സ്റ്റൈൽ, High style. ഹൈ സ്റ്റൈൽ, New lifestyle. ന്യൂ ലൈഫ് സ്റ്റൈൽ. According more than the scientific standard, God can change your standard. ദൈവത്തിന് മനുഷ്യന്റെ നിലവാരങ്ങളെ ശാസ്ത്രീയ നിലവാരത്തെക്കാൾ ഉപരി ഉയർത്തുവാൻ കഴിയും. God will not make you let you down. ദൈവം നമ്മെ ഒരിക്കലും താഴോട്ടുവാൻ He അനുവദിക്കുകയില്ല. can lift you to the high level ഉന്നതങ്ങളിലേക്ക് തന്നെ നമ്മെ ഉയർത്തും. to destroy the works of evil, പിശാചിന്റെ ദുഷ്ടതയെ to change the world, ലോകത്തെ to change the world upside down. ലോകത്തെ കീഴ്മേൽ മറിക്കേണ്ടതിന് വേണ്ടി ദൈവം പുതുമ നമ്മളിലൂടെ പകരും. Bible says, if you read 1 Corinthians 1st chapter 27th verse, 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം വായിച്ചു. God had chosen the foolish things of this world to confound the worldly wisdom. ലോകത്തിന്റെ ജ്ഞാനത്തെ ലജ്ജിപ്പിക്കേണ്ടതിന് വേണ്ടി ദൈവം ഭോഷത്വമായത് ഈ ഭൂമിയിൽ തിരഞ്ഞെടുത്തു. One day, if you read Genesis 11th chapter, പുറപ്പാട് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം there was വായിച്ചാൽ a tower of Babel. ബാബേൽ ഗോപുരം എന്നൊന്നും All the people gathered and tried to do something. എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഒരു ബാബേൽ കോട്ട പണിയുവാൻ What പോകുകയാണ്. happened? എന്ത് സംഭവിച്ചു? God came there, ദൈവം ഇറങ്ങി വന്നു. and the whole Babel tower was broken. ആ ബാബേൽ കോട്ട മുഴുവനും തകർത്ത് കളഞ്ഞു. God changed the hearts of the people. ദൈവം മനുഷ്യന്റെ ഹൃദയത്തെ രൂപീകരിച്ചു. Even during these days, ഈ ദിവസങ്ങളിലും if God does one miracle, ദൈവം ഒരൊറ്റ അത്ഭുതം ചെയ്താൽ, ആമേൻ, supernatural miracle, ഒരു മഹാത്ഭുതം ചെയ്താൽ, hallelujah, ആമേൻ, what the doctors cannot do, you will do. ഡോക്ടേഴ്സിന് ചെയ്യാൻ കഴിയാത്തത് നാം What the ചെയ്തിരിക്കും. scientists cannot do, you will do. ശാസ്ത്രജ്ഞന്മാർക്ക് ചെയ്യാൻ കഴിയാത്തത് നാം ചെയ്തിരിക്കും. Hallelujah. ആമേൻ. Your lifestyle is going to be changed. നമ്മുടെ ജീവിത ശൈലികൾ മാറാൻ You will be പോകുകയാണ്. receiving all the power. ദൈവത്തിന്റെ ശക്തിയാണ് നമുക്ക് ലഭിക്കുന്നത്. Say hallelujah. ആമേൻ. For the last 20 years, കഴിഞ്ഞ 20 വർഷം there were about 24 people, they were raised up from the dead in our ministry. ഞങ്ങളുടെ ശുശ്രൂഷയുടെ വിവിധ ഭാഗങ്ങളിലായി 24 ശവശരീരങ്ങൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തിയിട്ടുണ്ട്. Say hallelujah. Hallelujah. All the testimonies we will see. അതിന്റെ അതിന്റെ സാക്ഷ്യങ്ങൾ നാം കണ്ടിരിക്കും. Last year, കഴിഞ്ഞ വർഷം the one who was dead for 6 hours, 6 മണിക്കൂർ മരിച്ചു കിടന്ന ഒരു മനുഷ്യൻ, he was raised up. അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു. You'll be seeing the testimony. ആ സാക്ഷ്യം ഇവിടെ കൊണ്ടുവരും. There are supernatural miracles. അതൊക്കെയാണ് അസാമാന്യമായ Even അത്ഭുതങ്ങൾ. during these 3 days, ഈ 3 ദിവസത്തിനകം ആമേൻ, I come and stand with the authority of Jesus. ഞാൻ യേശുക്രിസ്തുവിന്റെ അധികാരത്തോടെ ഇവിടെ നിൽക്കുകയാണ്. But not to boost myself. എന്നെ തന്നെ ഉയർത്തുവാനല്ല, Not to boost myself. എന്നെ തന്നെ Let ഉയർത്തുവാനല്ല. his name may be increased, I may be decreased. അവനോ വളരണം, ഞാനോ കുറയണം. After these 3 days, you will be doing the greater things. ആ 3 ദിവസങ്ങൾക്ക് ശേഷം നാം ഇത് ചെയ്തിരിക്കും. Come and say greater things. വലിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ Greater things. വലിയ കാര്യങ്ങൾ, Greater things. greater things, Greater things. വലിയ കാര്യങ്ങൾ, You can do greater things. നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ Hallelujah. കഴിയും. ആമേൻ. Hallelujah. ആമേൻ. By having every touch of Jesus, you will be receiving miracle. യേശുവിന്റെ ദൈവിക സ്പർശനത്താൽ നിങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തിരിക്കും. After these 3 days, ഈ 3 ദിവസം കഴിഞ്ഞാൽ every touch of you will do miracles in this world. നിങ്ങളുടെ സ്പർശനങ്ങൾ ഈ ഭൂമിക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. Every touch ഓരോ സ്പർശനവും, of you. നിങ്ങൾ ചെയ്യുന്ന ഓരോ സ്പർശനങ്ങളും. ആമേൻ. Say hallelujah. ഹല്ലേലൂയ. Say hallelujah. Hallelujah. What a wonderful God we have. നമ്മുടെ ദൈവം എത്ര വലിയ ദൈവം. Do you think our God is ordinary person? നമ്മുടെ ദൈവം സാധാരണക്കാരനെന്ന് നിனைക്കുന്നുവോ? He is mighty. അവൻ He വലിയവനാണ്, is mighty. സർവശക്തൻ. Everything is possible by our almighty നമ്മുടെ God. ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒന്നുമില്ല. You will be raising the dead people. നിങ്ങൾ മരിച്ചവരെ ഉയർപ്പിക്കണം. I will be teaching you the power of resurrection the third day. ഉയർപ്പിന്റെ ശക്തിയെക്കുറിച്ച് 3-ാമത്തെ ദിവസം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരിക്കും. Why we need the power of teaching, power of resurrection? എന്തുകൊണ്ടാണ് ഉയർപ്പിന്റെ ശക്തിയെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? Not only to raise the dead, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ മാത്രമല്ല, to raise the dead cells into living cells. ശരീരത്തിന്റെ മരിച്ചുപോയ ആ നരമ്പുകളെ തിരികെ ജീവനിലേക്ക് കൊണ്ടുവരുവാൻ. Hallelujah. ആമേൻ. Hallelujah. ഹല്ലേലൂയ. You can create an eye
കണ്ണുകൾക്ക് തുറന്നു വരുവാൻ, You can create a new kidney. ഒരു പുതിയ കിഡ്നി ഉളവാക്കി എടുക്കുവാൻ, Say amen. Amen. You can create a new heart. ഒരു പുതിയ ഹാർട്ട് ഉണ്ടാക്കി എടുക്കുവാൻ, Your cells, dead cells are going to be changed. ശരീരത്തിന്റെ മരിച്ചുപോയതായ സെല്ലുകൾ മാറ്റിയെടുക്കുവാൻ. Please make use of these 3 days. ഈ 3 ദിവസത്തെ ദയവായി പ്രയോജനപ്പെടുത്തിയാലും. This is teaching ministry. ഇത് പഠിപ്പിക്കുന്ന ശുശ്രൂഷയാണ്. See, God has been using me in the midst of 100,000, more than 100,000 people. ലക്ഷങ്ങളുടെ മുമ്പിൽ ദൈവം എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. That is different. അതൊരു വേറൊരു കാര്യം. But today, these 3 days, teaching. ഈ 3 ദിവസങ്ങളിൽ പഠിപ്പിക്കുന്ന സെക്ഷനുകളാണ്. Teaching may be a small congregation, in the midst of small congregation. ഒരു കൊച്ചു ഗ്രൂപ്പിനോട് പോലും പഠിപ്പിക്കാൻ കഴിയും. But bringing greater things. വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ. Say hallelujah. Amen. In Chennai and Coimbatore, in other places, we will select the people and teach the power ministry. ചെന്നൈയിലും കോയമ്പത്തൂരും മറ്റ് സ്ഥലങ്ങളിലും ഞങ്ങൾ എല്ലാവരെയും പവർ മിനിസ്ട്രിക്ക് ഇരുത്താറ് പോലും ഇല്ല. സെലക്ട് ചെയ്തവരെ മാത്രമേ Many ഇരുത്തുള്ളൂ. thousands of application will come. ആയിരക്കണക്കിന് ആപ്ലിക്കേഷൻസ് വരും. And we used to select 300 people. അതിനകത്തുനിന്ന് ഒരു 300 പേരെ മാത്രമേ സെലക്ട് ചെയ്യത്തുള്ളൂ. Then we give training. അതിനുശേഷം ഇത് ട്രെയിനിങ് കൊടുക്കുകയാണ്. Because of his pulling power, I'm here. ഞാൻ അദ്ദേഹത്തോട് അത് നിർബന്ധിച്ചു, അതുകൊണ്ടാണ് അദ്ദേഹം വന്നത്. ബട്ട് പാസ്റ്റർ, God has already selected 300 and Oh, glory. His God is selected. 300 is You are selected. You are selected. നിങ്ങൾ See, തിരഞ്ഞെടുക്കപ്പെട്ടവരാ. hallelujah. Amen. You are precious. നിങ്ങൾ You are precious. നിങ്ങൾ You വിലപ്പെട്ടവരാ. are precious in His നിങ്ങൾ sight. വിലപ്പെട്ടവരാ. That's why I'm here. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. And also there, they have to pay registration fees more than 1,000 rupees 1000 രൂപയ്ക്ക് മുകളിലായിരിക്കും ഞങ്ങൾ എവിടെയും എടുക്കുന്ന രജിസ്ട്രേഷൻ for ഫീസ്. food and accommodation. ഫുഡും അക്കോമഡേഷനും ഒക്കെ കൊടുക്കേണ്ടത്. But here, when he invited me, I didn't hesitate. ഇവിടെ വിളിക്കുമ്പോഴേ ഉപവാസ പ്രാർത്ഥനയാണെന്നും ആൾ കുറവാണെന്നും പറഞ്ഞു വിളിച്ചു. അദ്ദേഹം അത് അംഗീകരിച്ചു. I prayed and said, okay, Pastor, I'm coming. പ്രാർത്ഥിച്ച ശേഷം പറഞ്ഞു വരാം. Because the kingdom of God, it has to be increased. ദൈവരാജ്യം വളരെയാണ്. It has to be increased. ഇത് വളരെയാണ്. Freely I have received, freely I am giving. സൗജന്യമായി ഞാൻ പ്രാപിച്ചു, സൗജന്യമായി ഞാൻ കൊടുക്കട്ടെ. Freely I have received, freely I am giving. സൗജന്യമായി ഞാൻ പ്രാപിച്ചു, സൗജന്യമായി ഞാൻ തരട്ടെ. Few people already, they took power ministry at Coimbatore and Chennai. കോയമ്പത്തൂരിലും ചെന്നൈയിലും ചിലര് പവർ മിനിസ്ട്രിയിൽ Is ട്രെയിനിങ് there എടുത്തു. anybody here? Please stand. അങ്ങനെ ട്രെയിനിങ് എടുത്തവർ ഇവിടെ ഉള്ളവർ ദയവായിട്ടൊന്ന് എഴുന്നേറ്റ്. Stand. ദയവായി അങ്ങനെയുള്ളവരെന്ന് Look എഴുന്നേറ്റ്. here. Oh, praise God. There are few. Please help during these 3 days. ഈ 3 ദിവസത്തിനകം ശുശ്രൂഷയിൽ ഇവരും കൂടെ സഹായിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. Ask these children of God. ഈ പവർ മിനിസ്ട്രിയിൽ പങ്കെടുത്തിട്ടുള്ളവരോട് ചോദിച്ചാലും They applied and they were selected. അവര് ആപ്ലിക്കേഷൻ തന്നു, അവരെ തിരഞ്ഞെടുത്തു. They came there and took the training. അവരവിടെ വന്ന് ട്രെയിനിങ് എടുത്തു. But here, ഇവിടെ you are precious people. നിങ്ങൾ വിലപ്പെട്ടവരാ. You are precious people. നിങ്ങൾ വിലപ്പെട്ടവരാ. God has chosen you. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു. God has chosen you. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു. Make use of these 3 days. ഈ 3 ദിവസം ദയവായി These are your days. ഇത് നിങ്ങളുടെ ദിവസങ്ങളാണ്. Make use of this opportunity. ഈ അവസരം ദയവായി ഉപയോഗിക്കുക. Make use of this opportunity. ഈ അവസരം It ദയവായി is your ഉപയോഗിക്കുക. opportunity. ഇത് നമുക്കുള്ള അവസരമാണ്. Every minute is precious. ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ്. Hallelujah. Amen. 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 Shall we all sing that Parishuddhatmave Shakti Pagarnidane? പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ എന്ന Shall we all പാട്ടാണ് നമ്മൾ stand പാടുക. and sing? എല്ലാവരും കൂടെ ദയവായി എഴുന്നേറ്റ് ഒന്ന് പാടുമോ? Parishuddhatmave പരിശുദ്ധാത്മാവേ Shakti Pagarnidane. Old ശക്തി song. പകർന്നിടണേ. I പഴയ പാട്ട്. like that song. Amen. Much more. Hallelujah. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. Come on. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്നും കർത്താവേ നീ അറിയുന്നു. അവിടത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്നും കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടത്തിയിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടത്തിയിടുവാൻ. ആദിയിലെന്ന പോലെ അമിത ബലം
തരണേ Amen, amen, amen. Amen, amen, amen. Glory, glory, glory. അമിത ബലം തരണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ കൃപകളും മരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ കൃപകളും മരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ പിന്മഴയെ വീണ്ടുമായി നിൽജനമുണർന്നിടുവാൻ പിന്മഴയെ വീണ്ടുമായി നിൽജനമുണർന്നിടുവാൻ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ അവിടത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു അവിടത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. These are the last days. These are the last days. ഇത് അന്ത്യനാളുകളാണ്. The Holy Spirit days. പരിശുദ്ധാത്മാവിന്റെ നാളുകൾ. Hallelujah. Amen. Hallelujah. Hallelujah. You'll never be the same again. ഇതുപോലെ നാം മടങ്ങി പോകയില്ല. I see the heavens are open right now. സ്വർഗ്ഗം തുറക്കുന്നത് എനിക്ക് The കാണാം. heavens are open right now. ദൈവത്തിന്റെ സ്വർഗ്ഗങ്ങൾ Come on, give a big hand to Jesus. ദൈവത്തിന് Glorify the name of Jesus. മഹത്വപ്പെടുത്താം. Glorify the name of Jesus. ദൈവത്തെ The മഹത്വപ്പെടുത്താം. heavens are open. സ്വർഗ്ഗം The തുറന്നിരിക്കുന്നു. heavens are open. സ്വർഗ്ഗം തുറന്നിരിക്കുന്നു. The heavenly presence സ്വർഗ്ഗം right now is തുറന്നിരിക്കുന്നു. here. ദൈവ സാന്നിധ്യം Receive the power. ദൈവിക ശക്തി ഏറ്റെടുക്കുക. The power. ദൈവിക ശക്തി ഏറ്റെടുക്കുക. Power. Power. ദൈവശക്തി ദൈവശക്തി Power. ദൈവശക്തി Power. ദൈവശക്തി. I come against all the powers of darkness. സകല അന്ധകാര ശക്തികളോട് ഞാൻ കൽപ്പിക്കുന്നു. I come against all the powers of darkness. സകല ശക്തി അന്ധകാര ശക്തിയോട് കൽപ്പിക്കുന്നു. In the name of Jesus. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ Let the powers of darkness shall be destroyed in the name of Jesus. അന്ധകാര ശക്തികൾ തകരട്ടെ. The light of God shines upon you right ദൈവിക now. പ്രകാശം ഇവിടെ വ്യാപരിക്കട്ടെ. The holy heavenly light, it is burning, ദൈവിക പ്രകാശം ഇവിടെ വ്യാപരിക്കട്ടെ. shining. സ്വർഗീയ പ്രകാശം Shining. സ്വർഗീയ പ്രകാശം Glory, വ്യാപരിക്കട്ടെ. hallelujah. 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 Gracious and heavenly Father, പരിശുദ്ധ പിതാവേ ദൈവമേ, let me take this teaching opportunity right now. പഠിപ്പിക്കുവാനുള്ള ഈ അവകാശം അടിയൻ ഏറ്റെടുക്കട്ടെ. Let your teaching fire may come and teach for your children. അഭ്യസിപ്പിക്കുന്ന ദൈവത്തിന്റെ അഗ്നി ഇപ്പോൾ ഇറങ്ങി വരണമേ. Let the fire, teaching fire may come upon us right now. ഞങ്ങളുടെ മേൽ ആ തീ ഇപ്പോൾ ഇറങ്ങി വരണമേ. Hallelujah. Amen. Hallelujah. 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 Speak to us. ഞങ്ങളോട് സംസാരിച്ചാൽ We ask this thing in the name of our Lord and Savior Jesus. ഞങ്ങളുടെ രക്ഷകനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു. Amen. ആമേൻ. Amen. Amen. Let us be seated. ദയവായിരുന്നാലും If you read Deuteronomy 4th chapter 36 verse, ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 37-ാം God വാക്യം said to വായിച്ചാൽ Moses, ദൈവം മോശയോട് പറഞ്ഞത്, Moses, മോശേ, I'll make you as a teacher for my people. എന്റെ ജനത്തെ അഭ്യസിപ്പിക്കുവാൻ പഠിപ്പിക്കുവാൻ ഞാൻ ഒരു I have അധ്യാപകനാകട്ടെ. come down here in the great fire. ഞാൻ ഇതാ വലിയ തീയിൽ ഇറങ്ങി വന്നിരിക്കുന്നു. Bible says great fire, വലിയ തീയിൽ, not ordinary fire. സാധാരണ തീയല്ല. Why there's a great fire it is needed? എന്തുകൊണ്ടാണ് ഒരു വലിയ തീ വേണ്ടത്? Great fire വലിയ അഗ്നി to make you as a teacher. നിന്നെ ഒരു അധ്യാപകനാക്കി മാറ്റുവാൻ. If anybody comes and teaches the baptism of fire, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയെക്കുറിച്ച് ആരെങ്കിലും പഠിപ്പിച്ചാൽ, first of all, that person must have the baptism of fire. ഒന്നാമതായി തീയുടെ അഭിഷേകത്തെക്കുറിച്ച് അദ്ദേഹം That പറയണം. person must have the experience of having the fire. അദ്ദേഹത്തിന് തന്നെ ഈ തീയുടെ അഭിഷേകത്തിന്റെ അനുഭവം ഉണ്ടായിരിക്കണം. Otherwise, he cannot teach the baptism of fire. അല്ലെങ്കിൽ അഗ്നിയുടെ അഭിഷേകം പഠിപ്പിക്കാൻ അവനൊക്കത്തില്ല. The science teacher, if he comes and teaches the science, സയൻസ് പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകൻ he must know the scientific knowledge. ശാസ്ത്രീയ ജ്ഞാനം തനിക്കുണ്ടായിരിക്കണം. If the maths teacher comes, he must know maths. കണക്ക് പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകന് കണക്കറിഞ്ഞിരിക്കണം. Otherwise, he cannot teach maths. അല്ലെങ്കിൽ മാത്സ് പഠിപ്പിക്കാൻ ഒക്കത്തില്ല.
It's not ordinary fire. ഇതൊരു സാധാരണ അഗ്നിയല്ല, Bible says it's a great fire. ഒരു വലിയ അഗ്നി എന്ന് ബൈബിൾ പറയുന്നു. Can you read it in Malayalam? മഹത്തായ തീ. Mahatai. Great fire. മഹത്തായ തീ. Moses, I have come down in this great fire. മോശെ, ഞാൻ ഈ മഹത്തായ അഗ്നിയിൽ ഇറങ്ങി വന്നിരിക്കുന്നു. Then for what? എന്തിനു Will വേണ്ടി? you please read it? To teach. To teach. There's a word. ഉപദേശിக்கிறதுக்காக. നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരേണ്ടതിന്. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. After these 3 days, ഈ 3 ദിവസം കഴിയുമ്പോൾ you will be carrying the healing virtue. ദൈവത്തിന്റെ രോഗസൗഖ്യത്തിന്റെ ശക്തി നിങ്ങൾ കൊണ്ടു നടക്കും. Hallelujah. ആമേൻ. You will be a great teacher. നിങ്ങൾ ഒരു വലിയ അധ്യാപകനായി മാറണം. Say amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. Say hallelujah. ഹല്ലേലൂയ. So I come and stand before you with the authority of Jesus. അതുകൊണ്ട് യേശു എന്നെ ഏൽപ്പിച്ച അധികാരവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. Teaching fire teaches something super. പഠിപ്പിക്കുന്ന അഗ്നി വലിയ കാര്യങ്ങൾ പഠിപ്പിച്ചു. Not ordinary things. സാധാരണമല്ല. You people, you know better than me. നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ അറിയാം. There are so many scientists are here. ഇവിടെ ശാസ്ത്ര ലോകത്തിലുള്ളവർ പലരുണ്ട്. There are people having worldly knowledge, I know. ലോകത്തിന്റെ പരിജ്ഞാനമുള്ള പലരും ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. But the Bible says എന്നാൽ ദൈവവചനം God has പറയുന്നത് chosen the foolish things of this world to confound the worldly wisdom. ലോകത്തെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കേണ്ടതിന് ദൈവം ലോകത്തിൽ പരിജ്ഞാനമില്ലാത്തതിനെ തിരഞ്ഞെടുത്തു. Worldly wisdom cannot reach God. ലോകത്തിന്റെ പരിജ്ഞാനം ദൈവത്തിലേക്ക് അടുക്കയില്ല. By having worldly wisdom you cannot see God. ലോകത്തിന്റെ പരിജ്ഞാനം കൊണ്ട് ദൈവത്തെ കാണാൻ കഴിയുകയില്ല. But by receiving heavenly wisdom you can reach God. എന്നാൽ ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ ദൈവത്തോട് നമുക്ക് അടുക്കുവാൻ കഴിയും. Like Enoch, you can talk with God. നമുക്ക് ദൈവത്തോട് സംസാരിക്കാം. You can speak with God. ഹാനോക്കിനെ പോലെ ദൈവത്തോട് സംസാരിക്കാം. Hallelujah. ആമേൻ. Say praise the Lord. Praise the Lord. If we don't teach the fire or the gifts of the Holy Spirit, പരിശുദ്ധാത്മാവിന്റെ തീയെക്കുറിച്ചും കൃപാവരത്തെക്കുറിച്ചും നാം പഠിപ്പിക്കുന്നില്ലെങ്കിൽ, the worldly magicians, the worldly yoga people, they will do this and that and they will carry the people of God. ദൈവത്തിന്റെ ജനത്തെ വശീകരിച്ചു കളയുവാൻ ലോകത്തിന്റെ മന്ത്രവാദികൾക്കും ഇവിടുത്തെ യോഗക്കാർക്കും കഴിഞ്ഞെന്ന് വരും. In Coimbatore, there is a yoga man. കോയമ്പത്തൂരിൽ ഒരു യോഗാഭ്യാസം നടത്തുന്നവനുണ്ട്. Many thousands of people running after him. ആയിരക്കണക്കിന് ആളുകളാണ് അവന്റെ പുറകെ പോകുന്നത്. That fellow, he went to America and grabbing the people of God. അവൻ അമേരിക്കയിൽ ചെന്ന് അവിടുത്തെ ക്രിസ്ത്യാനി എന്ന് പറയുന്നവരെ ഒരുമിച്ചാണ് അപഹരിച്ചത്. Those people, they are not the Americans, they don't open the Bible. അമേരിക്കക്കാരെ കുറിച്ച് പറഞ്ഞാൽ ഈ പുസ്തകം അവർ തുറക്കാറില്ല. They are running after this yoga. അവർ ഈ യോഗകളുടെ പുറകെ പോകാണ്. Yoga is wicked evil power. അതൊരു ദുർശക്തിയാണ്, പൈശാചികമാണ്. Wicked evil power. അത് ദുഷ്ടമായ പൈശാചിക ശക്തിയാണ്. So by this yoga is attracting those people. ഈ യോഗ ശക്തികൾ ദൈവജനത്തിന് പറയുന്നവരെ പോലും പിടിച്ചെടുക്കുകയാണ്. They are bringing many crores of rupees from America. അവർ അമേരിക്കയിൽ നിന്ന് കോടിക്കണക്കിന് പണവും കൊണ്ടുവരുന്നുണ്ട്. And those people, those fellows, they don't even open the Bible. അവരവരുടെ വേദപുസ്തകം തുറന്നു നോക്കാത്തവരാണ്. If you open the Bible, നാം ദൈവവചനം തുറന്നു നോക്കുന്നെങ്കിൽ, if you read the scripture, ദൈവവചനം വായിച്ചാൽ, if you search the scripture, ദൈവവചനത്തിൽ അന്വേഷിച്ച് വായിച്ചാൽ, the yoga, you will destroy the yoga power. നിങ്ങൾ ഒരിക്കലും യോഗ പവറിന്റെ പുറകെ പോകത്തില്ല. Even in Bangalore, ബാംഗ്ലൂരിൽ there are people doing yogas, യോഗ അഭ്യാസം നടത്തുന്നവരുണ്ട്, attracting people, മനുഷ്യനെ ആകർഷിക്കുന്നവർ. Do you know, if you go, you don't go and see, but if you see, do you know what they are keeping? Serpent's image. ആരും അത് കാണാൻ വേണ്ടി പോകരുതേ, അഥവാ ചെന്നവർ കണ്ടിട്ടുള്ളത് അവിടെ പാമ്പിന്റെ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. Serpent's image. സർപ്പത്തിന്റെ രൂപം, Serpent's idols. സർപ്പത്തിന്റെ പ്രതിമകൾ. When the yoga they do, അവർ യോഗ ചെയ്യുമ്പോൾ this evil serpent will come like the evil spirit will come like a serpent. ആ സർപ്പത്തിലുള്ള ദുഷ്ടശക്തി സർപ്പത്തിന്റെ പോലെ വെളിപ്പെടും. And destroying the people. മനുഷ്യനെ ആകർഷിച്ചു കളയും. Destroying the people. മനുഷ്യനെ നശിപ്പിക്കും. During these days, ഈ ദിവസങ്ങളിലും the evil spirit comes in different ways. ദുഷ്ടശക്തികൾ പല രൂപങ്ങളിൽ വെളിപ്പെടും. By bringing different kinds of teaching. വ്യത്യസ്ത ഉപദേശങ്ങൾ കൊണ്ടുവന്ന്, different kinds of cult group. പല കൾട്ട് ഗ്രൂപ്പുകളെ കൊണ്ടുവന്ന് destroying the people of God. ദൈവത്തിന്റെ ജനത്തെ നശിപ്പിച്ചു കളയും. Entering into the hearts of the people. മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അത് പാകി, capturing the minds of the people. മനുഷ്യന്റെ ഹൃദയത്തെ തൊട്ട്
What the yoga teaches? എന്താണ് യോഗാഭ്യാസം പഠിപ്പിക്കുന്നത്? What? One day, see, there are so many yogas. പല തരത്തിലുള്ള യോഗങ്ങൾ, They call it Kundali yoga, Gundali yoga, this yoga, that yoga. കുണ്ടലി യോഗ, ഇത് അതൊക്കെ പല ഇനം യോഗ. What they say? എന്താണ് അവർ പറയുന്നത്? The power it is here, they say. പുക്കിളിനടുക്കലാണ് ശക്തി ഇരിക്കുന്നത്. They meditate and bring the power here. അവരെ ഒത്തിരി ധ്യാനിച്ച് മുകളിലോട്ട് കയറ്റും. And bring it here. തലേ വരെയാക്കും. And bring it somewhere, it seems. തലയ്ക്ക് മേളിൽ കയറ്റും. Meditating. ചുമ്മാ ഇരുന്ന് ധ്യാനിക്കുക. Do you know the yoga destroys your cell system? നിങ്ങളുടെ സെൽ സിസ്റ്റങ്ങളെ ഈ യോഗ അഭ്യസനങ്ങൾ നശിപ്പിച്ചു കളയും. I have been delivering many people from this yoga system. ഇതിനകത്തു നഷ്ടപ്പെട്ട പലരെയും ഞാൻ വിടുതലിലേക്ക് നടത്തിയിട്ടുണ്ട്. One day, one doctor came to me. ഒരു ദിവസം ഒരു ഡോക്ടറിന്റെ അടുക്കൽ വന്നു. He was crying. He was pouring tears. അദ്ദേഹം കണ്ണുനീരോടെ കരയുകയാണ്. And I asked, what happened? What happened? എന്ത് സംഭവിച്ചു എന്ന് അദ്ദേഹത്തോട് He ചോദിച്ചു. was trying to do this yoga for many years. അദ്ദേഹം പല വർഷങ്ങളായി യോഗ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. And he tried to control his patients, his other people. അവന്റെ രോഗികളെയും മറ്റുള്ളവരെയും കൺട്രോൾ ചെയ്യുവാൻ അവൻ ഈ ശക്തി By ഉപയോഗിച്ചു. doing his hypnotism, mesmerism like that. അവന്റെ മെസ്മറിസം മുതലായി പലതും ഉപയോഗിച്ചു. Do you know there are so many cells in your body? നമ്മുടെ ശരീരത്തിൽ അനേക സെല്ലുകളുണ്ട്. It changes according to the circumstances. സാഹചര്യങ്ങൾക്കനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതാണ് നമ്മുടെ സെല്ലുകൾ. According to the environment. ചുറ്റുവട്ടങ്ങൾക്കൊത്തവണ്ണം. I bring you some example. This is teaching. So I bring some examples. പഠിക്കുന്ന സമയമായതുകൊണ്ട് ഞാൻ ചില എക്സാമ്പിളുകളോടെ പറയാം. See, if you go to any funeral, ഏതെങ്കിലും ഒരു ഫ്യൂണറിൽ നമ്മൾ പോയാൽ, see, there won't be any connection between you and that funeral. ആ ഫ്യൂണറലിനും അല്ലെങ്കിൽ ആ ശവസംസ്കാരത്തിനും നിങ്ങൾക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല. But what happens if you enter, the moment you enter and see that dead man, മരിച്ചു കിടക്കുന്ന ശവശരീരം നിങ്ങൾ കാണുമ്പോൾ, and if you see the cries of others, മറ്റുള്ളവർ കരയുന്നത് കാണുമ്പോൾ, what is happening in your body? നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? You yourself, without knowing, you will be crying. അറിയാതെ, എന്തിനെന്നറിയാതെ, ആരെന്നറിയാതെ നമ്മൾ കരയും. Yes, can you accept it? See, sometimes 38 years back I used to see cinemas. ഞാൻ 38 വർഷങ്ങൾക്ക് മുമ്പേ സിനിമ കാണാൻ പോയി. What about you? Even now? Sometimes, see, here Indian pastors, we tremble. When you come before the stage, we tremble. നമ്മൾ ഇന്ത്യയിലെ പാസ്റ്റേഴ്സ് സ്റ്റേജിന്റെ അടുത്ത് വരുമ്പോൾ വിറച്ചുകൊണ്ടാണ് വരുന്നത്. When I visit other countries, മറ്റു രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ, say they call themselves pastors, but they go and see all the movies. സിനിമ കാണുന്ന പുള്ളികളും പാസ്റ്ററാന്നും പറഞ്ഞുകൊണ്ട് ഇഞ്ഞു പോരും. No. Okay, let us not go for that. ഈ ഓമാരുടെ കാര്യം പറയാതെ വിടാം. But when you see some serial, some pictures, ചില സീരിയലുകളും പിക്ചറുകളും ഒക്കെ കാണുമ്പോൾ, some people they act and cry. ചുമ്മാ ഇരുന്നവർ കരഞ്ഞു കളി കണ്ടുകൊണ്ട്. By seeing the cries there, I used to cry. സിനിമയ്ക്കകത്തെ കരച്ചിൽ കണ്ടുകൊണ്ട് ഞാൻ വെറുതെ കരഞ്ഞിട്ടുണ്ട്. You also, but you can smile now. But when you see the weeping or crying of others, ഇവിടെ ഇരുന്ന് നമുക്ക് ചിരിക്കാമെങ്കിലും മറ്റൊരാൾ കരയുന്നത് നമ്മൾ കാണുമ്പോൾ, they may act, that's all. അവരെ ചുമ്മാ അഭിനയിച്ച് But കാണിക്കുകയാണെങ്കിൽ you also will cry. നമ്മൾ സത്യമായിട്ടും കരയുക. Even today I cry when you see the cries of others. ഇന്നും മറ്റുള്ളവർ കരയുന്നത് കണ്ടാൽ ഞാൻ സത്യമായും കരയും. Why? എന്തുകൊണ്ട്? Why? എന്തുകൊണ്ട്? Our system is like that. നമ്മുടെ ശരീരത്തിന്റെ സെൽ സിസ്റ്റം അതാ. There are so many cells in our body. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സെല്ലുകളുണ്ട്. Moving according to the need. അന്നേരത്തെ ആവശ്യത്തിനൊത്തവണ്ണം, According to the environment. സാഹചര്യത്തിനൊത്തവണ്ണം ഇത് ചലിക്കും. Even Bible says like that. ബൈബിളും അത് തന്നെയാ പറയുന്നത്. Weep when you see the cries of others. കരയുന്നവരോട് കൂടെ കരയുക. Laugh when you see the laugh of others. ചിരിക്കുന്നവരോട് കൂടെ ചിരിക്കുക. That's the Bible doctrine. അത് തന്നെയാണ് ബൈബിളും പഠിപ്പിക്കുന്നത്. Say hallelujah. ഹല്ലേലൂയ. God created our cell system like that. അങ്ങനെയാണ് ദൈവം നമ്മുടെ ശരീരത്തിലെ സെല്ലുകളെ സൃഷ്ടിച്ചിരിക്കുന്നത്. In this yoga system, ഈ യോഗ സിസ്റ്റത്തിൽ if you enter and see some yogas, യോഗ അഭ്യാസം നടക്കുന്നത് നിങ്ങൾ കയറി കണ്ടുപോയാൽ, your whole system will be changed according to the ആ circumstances. കാണുന്നതിനൊത്തവണ്ണം നിങ്ങളുടെ ശരീരം അയ്യോ നശിച്ചു പോകും. What will happen? എന്താ സംഭവിക്കുന്നത്? The evil spirit enters into your ഈ body. ദുരാത്മാവ് നിങ്ങളുടെ ശരീരങ്ങളിൽ പ്രവേശിക്കും.
That doctor, he exercised like that. ആ ഡോക്ടർ ഇത് പരിശീലിച്ചുകൊണ്ടിരുന്നു. He exercised this yoga to control his passions. അദ്ദേഹത്തിന്റെ പേഷ്യൻസിനെ കൺട്രോൾ ചെയ്യുവാൻ താൻ തന്നെ യോഗ സിസ്റ്റം പഠിച്ചുകൊണ്ടിരുന്നു. One day, ഒരു ദിവസം he took, what is that, syringe. ഒരു സിറിഞ്ച് അദ്ദേഹം എടുത്തു. One patient, one lady came. ഒരു സ്ത്രീ വന്നു. When he went near, ആ സ്ത്രീയുടെ അടുത്ത് ചെന്നപ്പോൾ that lady shouted, ah. ആ സ്ത്രീ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് ആ എന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങി. This doctor, instead of controlling her system, that system started to control him. ഈ സ്ത്രീയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന യോഗാസനം അവിടെ ഇരിക്കെ ചെയ്ത് അവരെ പോലെ ഇയാളായി. When she shouted hi, he also shouted ah. ആ സ്ത്രീ ആ എന്ന് കരയാൻ തുടങ്ങിയതോടുകൂടെ ഇയാളും ആ എന്ന് കരയാൻ തുടങ്ങി. One day another patient came. വേറൊരു പേഷ്യന്റ് വന്നു. And when he shouted ah, the doctor also shouted ah. ആ സ്ത്രീ എങ്ങനെ ഷൗട്ട് ചെയ്തു അതുപോലെ ഡോക്ടറും ഷൗട്ട് ചെയ്തു. That doctor was brought to me. ആ ഡോക്ടറെ ഒടുവിൽ എന്റെ അടുക്ക കൊണ്ടുവന്നു. First of all, then I was asking, what happened? എന്തു പറ്റി എന്ന് ഞാൻ അന്വേഷിച്ചു. Then I prayed to God. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. God revealed everything. ദൈവം സകലതും വെളിപ്പെടുത്തി തന്നു. Then how to change his system now? ഇനി ഇവനെ എങ്ങനെ നേരെയാക്കി എടുക്കും? How to change? എങ്ങനെ He is a big physician. ഇവൻ വലിയ ഡോക്ടർ അല്ലേ? Oh, he has sufficient knowledge. ഭയങ്കര അറിവല്ലേ? Yoga knowledge also. യോഗാഭ്യാസം യോഗത്തിന്റെ അറിവ് അതിന്റെ കൂടെ I placed him before me. ഞാൻ എന്റെ മുമ്പിൽ അവനെ ഇരുത്തി. I placed him before me. എന്റെ മുമ്പിൽ നിർത്തി. I was speaking to God. ഞാൻ ദൈവത്തോട് സംസാരിച്ചു. My whole physical body system was controlled by the Holy Spirit. എന്റെ ശരീരത്തിന്റെ സിസ്റ്റം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടു. Holy Spirit authority. ദൈവിക അധികാരം. Holy Spirit authority. പരിശുദ്ധാത്മാവിന്റെ അധികാരം. God revealed his father name first. ഒന്ന് അവന്റെ അപ്പന്റെ പേര് ദൈവം എനിക്ക് The വെളിപ്പെടുത്തി. moment when I revealed his father name, അവന്റെ അപ്പന്റെ പേര് ദൈവം എനിക്ക് വെളിപ്പെടുത്തി ഞാൻ അവനോട് പറഞ്ഞപ്പോൾ he stopped his tear. അവന്റെ കരച്ചിൽ നിന്നു. The next moment when I started to reveal his mother name, അവന്റെ അമ്മയുടെ പേര് ദൈവം വെളിപ്പെടുത്തി പറഞ്ഞപ്പോൾ then he became silent. അവൻ വളരെ സൈലന്റ് ആയി. Then when I revealed all of his life, അവന്റെ ജീവിതം വെളിപ്പെടുത്തിയപ്പോൾ within 5 minutes, 5 മിനിറ്റിനകം he was controlled by God's power. അവൻ ദൈവശക്തിയാൽ നിയന്ത്രിക്കപ്പെട്ടു. Amen. Amen. Hallelujah. Amen. Today I tell you in the name of Jesus. ഇന്ന് ഞാൻ യേശുവിന്റെ